ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഫസ്റ്റത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ഹോസ്പിറ്റലൈസ്ഡ് ആയ സിറ്റുവേഷനിൽ നിന്നാണ് എൻ്റെ ഒരു റിജുനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു റീക്രിയേറ്റ് ചെയ്യണം ലൈഫ്, ഹെൽത്ത് ഒന്ന് റീപ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിവേ ഇപ്പം ഞാൻ എൻ്റെ ഡയറ്റും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിന് മേളിലായി. അല്ല, മെയ് ലാസ്റ്റ്, ജൂൺ ജൂലൈ ലാസ്റ്റ് 2 മാസമായി. ഈ 2 മാസത്തിൻ്റെ ഇടയിൽ എനിക്കുണ്ടായ ചേഞ്ചസ് ഞാൻ ഇടയ്ക്കൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ലാബ് റിസൾട്ടാണ്. ഈ റിസൾട്ട് ഞാൻ വിത്ത് എവിഡൻസ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ഹെൽത്ത് ഒന്ന് കണ്ടീഷനാക്കാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഹെൽത്ത് ഭയങ്കര വീക്കായിരിക്കും. ഇതല്ലാതെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത റിസൾട്ട് കൂടെ ഉണ്ട് എൻ്റെ അടുത്ത്. ആസ്റ്റർ മെഡിസിറ്റിയുടെ ലാബിൽ ചെക്ക് ചെയ്ത വേറെ റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടും ഇതും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്നാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് ഞാൻ അന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഷുഗർ, എൻ്റെ പ്രഷർ, എൻ്റെ കൊളസ്ട്രോള്, എൻ്റെ കിഡ്നി ഫംഗ്ഷൻ എല്ലാം ഭയങ്കര എല്ലാം പ്രശ്നമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ കാണാം. ഇതിനകത്ത് ഒരു ടെസ്റ്റ് റിസൾട്ടും പ്രശ്നമുള്ള റിസൾട്ട് ഇല്ല. ദാറ്റ് മീൻസ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ഹെൽത്ത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, എത്ര ദിവസം നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ അല്ല ഞാൻ പറയണത്. എത്ര നാൾ നമ്മൾ ജീവിക്കുന്നുണ്ടോ അത്രയും നാൾ നമ്മുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചീറ്റ് ഡേ അല്ലെങ്കിൽ ഒരു ചീറ്റ് മീൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് എൻജോയ് ചെയ്തിട്ടില്ല. ഞാനത് പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വൈകുന്നേരം വർക്കൗട്ട് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് കാർഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, എനിക്കൊരു ചീറ്റ് മീല് കഴിക്കണം. ഡേ അല്ല, ഒരു മീല്. ഞാൻ ബിരിയാണി കഴിച്ചിട്ട്, നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് കുറച്ചധികം നാളായി. അപ്പം ഞാനും ശരണും കൂടെ കൂടി ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി കഴിച്ച് ഈ ടെസ്റ്റ് റിസൾട്ടിൻ്റെ സന്തോഷം ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എനിവേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഹെൽത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ സേവനം ചെയ്യേണ്ടി വരും. ആ സേവനം ചെയ്യുന്നതിന് നമ്മൾ സേവ് ചെയ്ത കാശ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. സോ കീപ് യുവർ ഹെൽത്ത്. നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ തന്നെ ട്രൈ ചെയ്യുക. ഞാനും ശരണും കൂടെ കൂടി പോയിട്ട് ഞങ്ങളുടെ ചീറ്റ് മീൽ എൻജോയ് ചെയ്ത് കഴിച്ചത് ഒരു ബിരിയാണിയാണ്. ബിരിയാണി ഹെവി ക്വാണ്ടിറ്റി കഴിച്ചിട്ടില്ല. ഹെവി ക്വാണ്ടിറ്റി കഴിക്കാത്തതുകൊണ്ട് തന്നെ വലിയൊരു നിരാശയില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഞാൻ ഈ കഴിച്ച ബിരിയാണിയുടെ കലോറി ഞാനൊന്ന് ചെക്ക് ചെയ്യും, എത്ര കലോറി ഉണ്ടെന്നുള്ളത്. ചാറ്റ് ജിപിടിയോ മെറ്റയോ ഗൂഗിളോ ഏതെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എത്ര കലോറി ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് ഈ കലോറി എക്സസ് കലോറി ആയിട്ട് ഡെപ്പോസിറ്റ് ആവാതിരിക്കാൻ എത്ര കലോറി ബേൺ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യവും ഞാൻ നോക്കും. അത് നോക്കിയിട്ട് ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വൈകുന്നേരം. ആ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ കലോറി ബേണിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു എത്ര നേരം നമ്മൾ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കലോറി ബേൺ ആകും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് അത്ര നേരം ഞാൻ കാർഡിയോയും കൂടെ ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, നമ്മൾ ഇതിനെ പറ്റിയിട്ട് പേഴ്സണലി പഠിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ പാകത്തിന് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എങ്ങനെ ആവശ്യമില്ലാത്ത എക്സസ് ഡെപ്പോസിഷൻ ഫാറ്റ് കൊളസ്ട്രോളായിട്ട് മാറാതിരിക്കാൻ, കൊളസ്ട്രോളൊന്നും BP ഉണ്ടാവാതിരിക്കാൻ ഏത് രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ്. അപ്പോൾ ഇതിലേക്കണം. അപ്പോൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇന്ന് വൈകുന്നേരത്തെ വർക്കൗട്ട് ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ആ വർക്കൗട്ടിൻ്റെ വീഡിയോയും കൂടെ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യും. എനിവേ നമുക്ക് വൈകുന്നേരത്തെ ജിമ്മിൽ കാണാം. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരിയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഭയങ്കര ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് കാർഡിയോയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ. കാർഡിയോ എക്സസൈസ് ആയിട്ടുള്ളത് ട്രെഡ്മില്ലിൽ നമുക്ക് ജോഗ് ചെയ്യാം, ഗ്രൗണ്ടിൽ ജോഗ് ചെയ്യാം, ക്രോസ് ട്രെയിനറിൽ സൈക്കിൾ ഓട്ടാം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിൻ ബൈക്കിൽ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കാം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഒരു അരമണിക്കൂറോളം സ്പിൻ ബൈക്കിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ആപ്സിനുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി അബ്ഡോമൻസാണ്. എനിക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ വളരെ കൂടുതലാണ്. വിസറൽ ഫാറ്റിൻ്റെ അളവാണെങ്കിൽ ഹെവിയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ബാക്കിൽ സപ്പോർട്ട് കൊടുത്ത് ലെഗ് റൈസാണ് ഞാൻ ചെയ്തത്. മാക്സിമം എണ്ണത്തിൻ്റെ 3 സെറ്റ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. പരമാവധി എഫോർട്ട് കൊടുത്തു. നിങ്ങൾക്ക് കാണാം
അതുപോലെ ലെഗിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ കാർഡിയോ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് ലെഗിന് കൂടെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഹാംസ്ട്രിങ്, ക്വാഡ്രിസെപ്സ്, കാഫ് എല്ലാം നല്ല സ്ട്രെങ്തനിങ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് വീക്ക് ആകുമ്പോൾ നമ്മുടെ ജോയിൻറ്റിന് പെയിൻ തുടങ്ങും, നമ്മുടെ സൈനോഡ് ഫ്ലൂവിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ അപ്പർ ബാക്കിന് വർക്കൗട്ട് കൊടുത്തു. സീറ്റഡ് റോയാണ് ഞാൻ ചെയ്തത്. വലിയ വെയിറ്റ് ഇല്ലാതെ എണ്ണം കൂട്ടി ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. കാരണം എനിക്ക് ഫാറ്റ് കൂടുതലാണ് ബോഡിയിൽ നിലവിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് ബോഡി ലീനാക്കാനുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ലാറ്റ് പുൾ ഡൗൺ ആണ് ചെയ്തത്. അത് ലാറ്റ് പുൾ ഡൗണും ചെറിയ വെയിറ്റ് ഇട്ടിട്ട് മാക്സിമം മസിൽ കോൺട്രാക്ഷൻ കിട്ടാൻ പാകത്തിന് നല്ല രീതിയിൽ തന്നെ ചെയ്ത് വൈൻഡപ്പ് ചെയ്തു. ഇതായിരുന്നു അന്നത്തെ എൻ്റെ വർക്കൗട്ട്. എനിവേ നിങ്ങൾ വീഡിയോസ് കാണുക, നിങ്ങളും വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഫിറ്റ്നസ്സിൽ ഇതൊരു ഫാറ്റ് ഫിറ്റ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്, സീരീസിൽ പങ്കെടുക്കുക.